ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പാക്ക് ഇടാൻ മടിയുള്ളവർക്കും പാക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ കൂടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് അടിപൊളി ഒരു ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് മാത്രം മതി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിന്ന് റിപ്പയർ ചെയ്ത് വരുന്ന സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിലാണ്. അപ്പോൾ ഇത് നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. പകൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പകലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാനത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം, നമ്മളിതിൽ ഗ്ലിസറിൻ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേർക്കുമ്പോൾ അത് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മുഖം ഡള്ളായിട്ട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, വീട്ടിലുള്ളവരാണെങ്കിൽ പകലും അപ്ലൈ ചെയ്യാം, അല്ലാത്തവർ നൈറ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോസ് പലരും സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ഒരു വാക്കായിരിക്കും അവിടെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും കമൻറ്റ് വന്ന് ചോദിക്കും, അതെന്താ പറഞ്ഞില്ലല്ലോ, ടീസ്പൂണിൻ്റെ അളവ് കാണിച്ചില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ നമ്മളിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും എല്ലാതും മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതിയെന്ന്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിൻ്റ് മതി ചിലപ്പോൾ അത് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, അതാണ് ഞങ്ങൾക്കും നല്ലത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു 5 മിനിറ്റ് പോലും സമയം നമുക്ക് വേണ്ട, പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിടുവാണ്. നമ്മളത് ഡെയിലി ഇവിടെ തേക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഇപ്പോഴും ഇത്രയും നല്ലതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു കേടുപാടില്ലാണ്ടിരിക്കുന്നത് നമ്മുടെ സ്കിന്ന് അങ്ങനെ നമ്മൾ നോക്കിയത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ പാക്കുകൾ ഇടുന്നുണ്ടല്ലോ. പിന്നെ നൈറ്റ് ഞാൻ ആ ക്രീം ഇടാതെ ഉറങ്ങാറില്ല, സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിവിടെ ചെയ്യുന്നതനുസരിച്ച് നമ്മളിവിടെ മുഖത്തിടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ആ ക്രീം ഉണ്ടാക്കി കാണിച്ചതിൻ്റെ ഇത്രയ്ക്കുള്ളൂ, ബാക്കി ഒരു ചെപ്പ് നിറച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെയും നമ്മൾ കാലുമലത്തെ ആയാലും കൈമലത്തെ ആയാലും മുഖത്തെ ആയാലും ഒക്കെ വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഓരോന്നിൻ്റെയും ഗുണങ്ങളും ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ടത് അലോവേരയുടെ ജെല്ല്. ഇത് ഫാൻസാന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് നമ്മൾ ആയുർവേദ കടയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വലിയ വിലയൊക്കെ ഉണ്ട് നമ്മുടെ അലോവേര ജെല്ല്. പക്ഷെ നമുക്ക് അതൊന്നും മേടിക്കണമെന്നൊന്നുമില്ല. ഇത് 90 രൂപയാണ്. അപ്പോൾ ആയുർവേദ കടയിൽ നിന്ന്, നല്ല ആയുർവേദ കടയിൽ നിന്ന് ചോദിച്ച് മേടിക്കുക കേട്ടോ. ഇത് നല്ല സ്മെല്ലാണ്, അടിപൊളിയൊരു സ്മെല്ലാണ് ഇതിൻ്റെ. ഞാൻ സ്ഥിരം ആ കടയിൽ നിന്നാണ് മേടിക്കുക. ഞാൻ ചെല്ലുമ്പോഴേക്കും അവർക്കറിയാം അലോവേര ജെല്ല് മേടിക്കാനാണെന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വലിയ ടീസ്പൂണിൻ്റെ അളവിലാണ് എടുക്കുന്നത്. 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇടുന്നത് കൊണ്ടാണ് അതുപോലെ എനിക്ക് കാണിക്കാൻ പറ്റാതെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ അലോവേരയുടെ ജെല്ലെടുത്തു. നമ്മുടെ ഇവിയോൺ ഗുളിക, ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഇപ്പം ഞാൻ ഒന്ന് പുറത്തേക്ക് കാലത്ത് പോയതാട്ടോ, പോയിട്ട് വന്നൊരു സമയമാണ്. പക്ഷെ നമ്മുടെ മുഖത്ത് ഒരു കരിവാളിപ്പ് പോലും നമുക്കങ്ങനെ ഫീൽ ചെയ്യണില്ല. പക്ഷേ ഇപ്പോഴത്തെ വെയിലത്ത് നമുക്കറിയാമല്ലോ പോയിട്ട് വന്നു കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കും. ഇനിയിപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കയ്യിലിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ. ഈ വൈറ്റമിൻ ഇയുടെ ഗുളികയൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടാവും, നമുക്ക് അതിൻ്റെ ഉപയോഗം അറിയാണ്ട്. അപ്പോൾ എത്ര പ്രായം ചെന്നിട്ടായാലും നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് നേരെയാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഈ ഐറ്റംസൊക്കെ ധാരാളമാണ്. ഇത് മാത്രം ഡെയിലി വേണ്ട, ആഴ്ചയിൽ 2-3 വട്ടം നിങ്ങൾ തേച്ചൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പൊട്ടിച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 2ഉം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പറഞ്ഞു മേടിക്കുക കേട്ടോ. മുഖത്തേക്കുള്ളതാ സ്കിന്നിനുള്ളതാന്ന് പറഞ്ഞു മേടിക്കുക. ഇത് നമ്മളൊരു ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 നേരം നമ്മൾ മുഖത്തേക്ക് ഇപ്പോൾ ജോലിക്ക് പോകണവരൊക്കെ ആണെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ കേട്ടോ.
എല്ലാം ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അലോവേര ജെല്ല് മാത്രമാണ് 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഓരോ ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേനാണ്. തേൻ നമ്മുടെ മുഖത്തുണ്ടാവണ എല്ലാ പാടുകളും നിസ്സാരമായിട്ട് മായ്ച്ച് കളയണ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലൊരു മോയ്സ്ചറൈസ് കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന ഐറ്റം കൂടിയാണ്. അലോവേര ജെല്ലും അതേ ഗുണം തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയില്ലേ തേൻ മാത്രം തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല കളർ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഐറ്റംസിൻ്റെ കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കരുതി നോക്കി നോക്കിയേ. അടിപൊളി റിസൾട്ട് തന്നെ. മുഖം ഇങ്ങനെ നമ്മുടെ പ്രായമൊക്കെ ഇങ്ങനെ പോയിട്ടേ ചുളിവൊക്കെ പോയിട്ട് നല്ല അടിപൊളി സ്കിന്നാവും. നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ കണ്ട ക്രീം ടെക്സ്ചറിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സാധനമാണ് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. കണ്ടോ, നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് ഇത്. നമ്മുടെ കൈമലിക്കൊക്കെ തേച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. കാലുമലിക്ക് തേക്കുമ്പോൾ നമ്മളിതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാസലിനാണ്. ഇത്തിരി നേരം നമ്മളൊന്ന് ഇങ്ങനെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നിങ്ങൾ ചെറിയൊരു ചെപ്പൊക്കെ വൈറ്റനിങ് ക്രീം മേടിച്ച് പാർലറിലൊക്കെ ഉണ്ടാവും. ഞാൻ അവരെ ഒന്നും പറയണതല്ല, പറയേണ്ടതാണ്. നമുക്കിവിടെ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. 300, 400, 500 റേഞ്ചിലാണ് ഈ ഒരു ചെറിയൊരു ചെപ്പ് ഈ വൈറ്റനിങ് ക്രീം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ക്രീം നമുക്ക് അവർ തരുന്നത്. ഇപ്പോൾ എന്തോരം നേരം വന്നു നമുക്കിതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതാകുമ്പോൾ നമ്മൾ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഇത് മുഖത്ത് അറിയും കൂടി ഇല്ല കേട്ടോ നിങ്ങളിത് ചെയ്യണത്. മുഖത്ത് ഇത് നിങ്ങളിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതവിടെ കിടക്കണോണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ 1 മണിക്കൂർ നേരെങ്കിലും മുഖത്ത് ഇത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇനി ചൂടുവെള്ളം വേണോ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഖം അവിടെ കിടന്നോട്ടെ. നേരം വെളുക്കണ വരെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവണ ആ ഒരു മാറ്റം ഉണ്ടല്ലോ, നേരം വെളുക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല നല്ല സോഫ്റ്റ് ആവും ചെയ്യും. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും. അപ്പോൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മസാജും കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2 മിനിറ്റ് നേരം മസാജ് കൊടുക്കുക കേട്ടോ. നോക്കിയാൽ നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ക്രീം. അടിപൊളി. ഈ ഒരു കളറ് പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റം. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറ്റം വരുന്നു എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് 1 മാസമൊക്കെ ഇപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഒരു 3 ആഴ്ച ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ 3 ആഴ്ച നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 3 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റം അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇത്രയും കളറൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മുഖം ഭയങ്കരമായിട്ട് എന്താ പറയുക ഡള്ളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചുളിച്ചിലുകളും പിന്നെ എന്താ പറയുക ഈ തൂങ്ങിയിട്ടൊക്കെ ഒരു ഭയങ്കരമായിട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. ഇല്ല അത് നിങ്ങൾ ചെറുപ്പമാണെന്നൊന്നും വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഇരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രായം ചെന്നാലും ഞാൻ സ്കിന്നിനെ മാറ്റിയെടുക്കാമെന്ന് പറയുന്നത് വെറുതെ അല്ല. നമുക്ക് സ്കിന്നിനെ നല്ല രീതിക്ക് തന്നെ മാറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടത് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു 5 മിനിറ്റ് സമയവും ഇത് ഇടാനുള്ള 2 മിനിറ്റ് സമയമാണ് വേണ്ടത്. അപ്പോൾ 7 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ മുഖം ക്ലിയർ ആക്കി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മൾ പാക്ക് ഇടുന്നവരായിക്കോട്ടെ അല്ലെങ്കിലും ഇടുന്നവരായാലും ഈ ഒരു കാര്യം ഈ ഒരു ക്രീം വൈകുന്നേരം മസ്റ്റായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. പണ്ടത്തെ സിനിമാ നടികളിലൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇത്രയും 90-95 വയസ്സായിട്ട് അവർ എത്ര ഭംഗിയിലിരിക്കണേ എന്നുള്ളത്. ഈ ഹിന്ദിക്കാരുടെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ സാധനമാണ് അവർ കൂടുതലൊക്കെ തേക്കുക. അല്ലാതെ നമ്മളെ പോലെ ഏത് നേരം പാർലറിൽ പോയിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഹോം മെയ്ഡ് അടിപൊളി ക്രീമാണ്.
ഇനി ഇത് മസാജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന വീഡിയോ ഒന്നുകൂടി ലെങ്ത് ആവും. അപ്പോൾ അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം മസാജ് ചെയ്യേണ്ടതെന്നുള്ള. ഫോർഹെഡ് തുടങ്ങാം. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ 2-3 തുള്ളി ഇതെടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ വലിച്ച് ഇവിടേക്കാക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ടാക്കാം. ഇവിടെ വരെ മുട്ടിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ലൈനുണ്ടല്ലോ, ഇതൊക്കെ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഈ ഒരു ക്രീം തേച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ റൊട്ടേറ്റ് ചെയ്ത് അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഫോർഹെഡിൻ്റെ അവിടെ വരുന്ന ഈ ചുളിവുകളൊക്കെ നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ആദ്യം ഇതേപോലെ ഒന്ന് കാണിക്കാം, പിന്നെ ഇങ്ങോട്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് ആ കയ്യിൻ്റെ ആ പ്രസ്സിങ് വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് അടിപൊളിയാവും. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടി ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കാലിൻ്റെ വീഡിയോ കാണിച്ചപ്പം നമ്മളതൊരു മുറിയിലിരുന്നിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ ആരോ അതിൽ പറഞ്ഞു നിങ്ങളുടെ കയ്യും കൂടി ഒന്ന് വെളുപ്പിച്ച് കാണിക്കാൻ. ഇനി എൻ്റെ കയ്യിൽ ഇനി എവിടെ വെളുപ്പിച്ച് കാണിക്കാൻ? ഇതാണ് ഒറിജിനൽ എൻ്റെ കൈ. അത് ആ ലൈറ്റിൻ്റെ ഷെയ്ഡിലാണ് നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയത് കേട്ടോ. ഈ ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും തേക്കാണ്ട് വന്നിട്ടുള്ള കൈയാണ്. ഇത് ഒറിജിനൽ കൈയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാലിൻ്റെ ആ ക്രീമും അടിപൊളിയാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ക്രീം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു ചെപ്പിലൊക്കെ ഇതേപോലത്തെ ചെപ്പുകളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വാസിലിൻ്റെ ചെപ്പുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ആക്കി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട, പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.